ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ധൈര്യം വരും, നമുക്കൊരു കോൺഫിഡൻസ് വരും, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. ഇനി അഞ്ചാമത്തത് ഡോണ്ട് ബ്രേക്ക് ദ ചെയിൻ എന്നാണ് അഞ്ചാമത്തെ ആ സീക്രറ്റിന്റെ പേര്. ഡോണ്ട് ബ്രേക്ക് ദ ചെയിൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രവൃത്തി ഒരു ടൈം നിങ്ങൾ മാറ്റി വയ്ക്കുക. അത് ഓരോ ദിവസവും ടൈം മാറ്റി വയ്ക്കുന്നതും അത് നടക്കാനുള്ള സാധ്യത വളരെയധികം കൂട്ടും. ഇനി അടുത്ത സീക്രട്ട് ആണ് ഹാബിറ്റ് സ്റ്റോക്കിംഗ്. ഹാബിറ്റ് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ നിലവിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയായിട്ട് നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും നേടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷനാണ്. അത് വലിയ ആക്ഷൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ചെറിയ ചെറിയ ആക്ഷൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ആ ചെറിയ ആക്ഷൻസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരും, എന്നെ കൊണ്ട് സാധിക്കും, ഞാനത് ചെയ്യും. അതിന്റെ റിസൾട്ടുകൾ നിങ്ങൾ ഇൻസ്പയർ ചെയ്യും. അത് വെച്ച് നിങ്ങൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പറഞ്ഞു തന്നു, ഡയഗ്നോസ് ചെയ്തു, കാര്യമായില്ലല്ലോ. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞു തരാണ്ട് കാര്യമുണ്ടോ? വെറുതെ കുറെ പ്രശ്നം പറഞ്ഞു തന്നൊരു കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഇന്നതാണ് പ്രശ്നം, പരിഹാരം പറഞ്ഞു തരണ്ടേ? അപ്പോൾ പരിഹാരങ്ങൾ പറഞ്ഞുതരാം, ഓരോന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ ആദ്യത്തെ സീക്രട്ട് നമ്പർ 1, നിങ്ങൾക്ക് എങ്ങനെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹരിക്കാന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വാല്യൂ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്കായാൽ നിങ്ങളുടെ ലൈഫ് മാറി. അപ്പൊ ആദ്യത്തത് 5 മിനിറ്റ് റൂൾ എന്നാണ് ആദ്യത്തെ ഇതിൻ്റെ പ്രത്യേകത. 5 മിനിറ്റ് റൂൾ എന്നാണ് ആദ്യത്തെ സീക്രറ്റിൻ്റെ പേര്. അതായത് എന്ത് കാര്യം നിങ്ങൾ മാറ്റി വയ്ക്കുന്നു വിചാരിക്കും, എന്തും എക്സസൈസ് ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ക്യാമറ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതുന്നതായിക്കോട്ടെ, എന്തെങ്കിലും നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചു പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനം എടുക്കുക, ഞാൻ 5 മിനിറ്റേ അത് ചെയ്യൂ. 5 മിനിറ്റ് അലാറം വയ്ക്കൂ. 5 മിനിറ്റ് എക്സസൈസ് 5 മിനിറ്റേ ഞാൻ ചെയ്യൂ. അതാണ് 5 മിനിറ്റ് റൂൾ. 5 മിനിറ്റ് അലാറം വെച്ചു നമ്മൾ ഫോണിൽ, 5 മിനിറ്റ് ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് മാറും. 1 സെക്കൻഡ്. അപ്പം 5 മിനിറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുന്നു. ഈ 5 മിനിറ്റിന് പ്രത്യേകത എന്താ അറിയോ? നമ്മുടെ മൈൻഡ് നേരത്തെ പറഞ്ഞില്ലേ, വലുതാന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം മൂപ്പര് കണ്ണടയ്ക്കുന്നു. ഈ 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പേടിയുണ്ടാവില്ല. 5 മിനിറ്റ് അല്ലേ ഉള്ളൂ, ആയിക്കോട്ടെ, 5 മിനിറ്റ് കൊണ്ട് എന്തപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ എന്നുള്ളൊരു ധാരണ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ്, ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ ചെയ്യുക, 5 മിനിറ്റ് കൊണ്ട് എന്താവാനോ? വേണമെങ്കിൽ ഞാൻ ഒരു ഐഡിയ കൂടി പറഞ്ഞുതരാം. 5 മിനിറ്റും വേണ്ട, ഒരു 60 സെക്കൻഡ് എന്നോട് വിചാരിച്ചു. 60 സെക്കൻഡ് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല, അതൊന്നും പോട്ടെ, വേണ്ട. നിങ്ങൾ കൺസിസ്റ്റന്റ് ഈ 5 മിനിറ്റ് നിങ്ങൾ 60 സെക്കൻഡ് ഡെയിലി ചെയ്യുന്നവർ തീരുമാനിക്കുക. എത്ര തിരക്ക്, ഒരു 60 സെക്കൻഡ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നവർ തീരുമാനിക്കുക. അത് നിങ്ങൾ 60 സെക്കൻഡ് ചെയ്യാന്നുള്ളൊരു പ്രശ്നമേ അല്ലേ. എത്ര തിരക്കണേ ഒരു 60 സെക്കൻഡ് അതിന് മാറ്റി വയ്ക്കാമല്ലോ. 1 മിനിറ്റ്, ആ 1 മിനിറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അത് ചെയ്യാനൊരു നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു തടസ്സമേ വരില്ല. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് 5 മിനിറ്റ് മാത്രം, വെറും 5 മിനിറ്റ് നിങ്ങൾ ചെയ്തു നോക്കും. ഭയങ്കര ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ധൈര്യം വരും, നമുക്കൊരു കോൺഫിഡൻസ് വരും, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ ഈ 5 മിനിറ്റ് റൂള് നിങ്ങൾ മറക്കാണ്ട് എന്ത് വേണേൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരു പുസ്തകം വായന ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സസൈസ് ചെയ്യുന്ന ആയിക്കോട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ നടക്കുന്നത് 5 മിനിറ്റ് നടക്കുമെന്ന് തീരുമാനിക്കുക, അലാറം വയ്ക്കുക, 5 മിനിറ്റ് ആകുമ്പോൾ നിർത്താൻ തീരുമാനിക്കുക. പക്ഷെ ഇതിൻ്റെ ബാക്കിലൊരു സൈക്കോളജി ഞാൻ പറഞ്ഞുതരാം. 5 മിനിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിർത്താം എന്ന് പറയുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞ് നിർത്തണമെങ്കിൽ നിർത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും 5 മിനിറ്റ് കഴിഞ്ഞാൽ നിർത്താറില്ല. കാരണം അവർക്കത് ചെയ്യുന്ന ആഗ്രഹിച്ച കാര്യമാണ്. അപ്പോൾ അത് സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങോട്ട് കഴിഞ്ഞാൽ ചിലർ 5 മിനിറ്റ്, ചിലപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ നീണ്ടുപോയി വരും. ചെയ്തോട്ടെ. പക്ഷേ തുടങ്ങുമ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിർത്താൻ തോന്നുന്നത് നിർത്തിക്കോ, ഒരു കുഴപ്പമില്ല, ഇനി ടൈമില്ല, 5 മിനിറ്റ് കഴിഞ്ഞ് നിർത്തിക്കോ. പക്ഷെ ഡെയിലി നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും, ഞാൻ ദിവസം ചെയ്യാൻ ശ്രമിക്കുന്നു, എനിക്ക് ദിവസം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേയില്ല. അതാണ് അതിൽ സത്യം. അപ്പോൾ ഈ 5 മിനിറ്റ് റൂള് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി സീക്രട്ട് നമ്പർ 2, അതാണ് 2 മിനിറ്റ് സ്റ്റാർട്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ 2 മിനിറ്റ് കൊണ്ട് തുടങ്ങുക, 2 മിനിറ്റിനുള്ളിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് പോവുക. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതാണെന്നാണെന്ന് വിചാരിക്കുക.
നിങ്ങൾ 2 മിനിറ്റ് നോട്ട്ബുക്ക് തുറക്കുക എന്നുള്ള പരിപാടി കൊണ്ട് ചെയ്യുക. നോട്ട്ബുക്ക് തുറക്കുക, എഴുതാനുള്ള ബുക്ക് അവിടെ തുറന്ന് റെഡിയാക്കി വയ്ക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുസ്തകം എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പുസ്തകം ഒരു ആശയമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ, ഒരു സ്ക്രിപ്റ്റ് എഴുതണം എന്ന് വിചാരിച്ചു. ഒരു പാരഗ്രാഫ് എഴുതുക, ഒറ്റ പാരഗ്രാഫ് എഴുതുള്ളൂ എന്ന് തീരുമാനിക്കുക. ഒറ്റ പാരഗ്രാഫ് അതങ്ങോട്ട് ചെയ്യുക, ഒരു ആക്ഷൻ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു ബുക്ക് എഴുതണമെന്ന് വിചാരിച്ച് തുടങ്ങാണ്ട് എത്ര കാലമായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതിപ്പോൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ പേര എഴുതാം. അതുമാതിരി നിങ്ങൾക്ക് ഒരാഗ്രഹം 10 കിലോഗ്രാം കുറയ്ക്കണം എന്നുള്ളതാണ്, നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് ഒരു 5 മിനിറ്റ് നടക്കുക, വെറും 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങോട്ട് ഷൂസൊക്കെ എടുത്തിട്ട് 2 മിനിറ്റിനുള്ളിൽ ആ പരിപാടി 5 മിനിറ്റ് എടുക്കുള്ളൂ പറഞ്ഞിട്ട് ഈ രണ്ടും കൂടി മിക്സ് ചെയ്യുക. നമ്മൾ 2 മിനിറ്റ് റൂളും 5 മിനിറ്റ് റൂളും കൂടി ഒന്നിച്ച് നമ്മൾ മിങ്കിൾ ചെയ്യുകയാണ്. അങ്ങനെയും ചെയ്ത് നോക്കൂ. 2 മിനിറ്റിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്ത് പോകണം. വലിയൊരു പുസ്തകം, വലിയ 10,000, 1500, 2000 പേജുള്ള പുസ്തകം കാണുമ്പോൾ ബേജാറാവും. ഇതെങ്ങനെ വായിച്ചാൽ തീരും? ഒന്നുകൊണ്ട് ഒരു 1/2 പേജ് വായിക്കുള്ളൂ എന്ന് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 1/2 പേജ്, ഞാൻ പകുതി പേജ് വായിക്കുള്ളൂ, അല്ല 2 പാരഗ്രാഫ് വായിക്കുള്ളൂ പറഞ്ഞ് തുടങ്ങുക. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കി, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ടൈമും നിങ്ങൾ പോലും അറിയാതെ കൂടിക്കൊണ്ടിരിക്കും. വായനയിൽ ഇൻട്രസ്റ്റ് വന്നാൽ പിന്നെ അത് നിർത്താതെ വായിക്കും, പലതും സംഭവിക്കും. പക്ഷെ നിങ്ങൾ തുടങ്ങുമ്പോൾ തീരുമാനിക്കുക, 2 മിനിറ്റ് കൊണ്ട് തുടങ്ങുക. അത് തുടങ്ങാൻ വേണ്ടി ആലോചിച്ച് വെക്കലില്ല. അപ്പോൾ അതിന് പുസ്തകം നീ കമ്പ്യൂട്ടറിൽ ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുക, ഓണാക്കുക. ക്യാമറ റെക്കോർഡിംഗ് ആണെങ്കിൽ ക്യാമറ ഒക്കെ വെച്ച് സെറ്റാക്കി ഓണാക്കുക. എല്ലാം തുടങ്ങുക അങ്ങോട്ട്. അതാണ് അതിൻ്റെ രണ്ടാമത്തെ സീക്രട്ട്, 2 മിനിറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇതിലൊന്നും മോട്ടിവേഷൻ അല്ല വേണ്ടത്, നിങ്ങൾ ചെയ്യാന്നുള്ള തീരുമാനം മാത്രം മതി. മൂന്നാമത്തതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ എന്ന് പറയും. ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ, അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ലക്ഷ്യം, നാളെ രാവിലെ ഞാൻ നടക്കാൻ പോവും എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ പറയുന്നത് ഒരു ആഗ്രഹമാണ്. അതേറെ കുറച്ച് നാളെ രാവിലെ 7 മണിക്ക് ഞാൻ നടക്കാൻ പോകും. ആ ടൈം അതിനു വേണ്ടി നിങ്ങൾ 7 മുതൽ 7:30 വരെ ഞാൻ നടക്കും എന്നൊരു ടൈം നിങ്ങൾ അതിന് വെക്കുക, ഒരു ടൈം ടേബിൾ വെക്കുകയാണ്. അങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങളത് ചെയ്തു പോകും. സ്കൂളൊക്കെ കണ്ടില്ലേ, ടൈം ടേബിൾ കണ്ടില്ലേ, ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ഇന്ന ടീച്ചർ ഇന്ന സബ്ജക്റ്റ് എടുക്കുന്നു. അങ്ങനെ വെക്കാണ്ടിരുന്നത് എന്തായിരിക്കും നടക്കുക? അപ്പോൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ വെച്ച് ആ ടൈം അവർക്ക് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുകയാണ്. അപ്പം നിങ്ങൾ അതിനൊരു ടൈം മാറ്റി വയ്ക്കുക എല്ലാത്തിനും. അതായത് നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രവൃത്തി ഒരു ടൈം നിങ്ങൾ മാറ്റി വയ്ക്കുക. നാളെ ചെയ്യുകയാണെങ്കിൽ അത് ഓരോ ദിവസവും ടൈം മാറ്റി വയ്ക്കുന്നതും അത് നടക്കാനുള്ള സാധ്യത വളരെയധികം കൂട്ടും. കാരണം അത് അതിന് വേണ്ടിയുള്ള ടൈമാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാനുള്ള സാധ്യത കൂടും. അപ്പോൾ നിങ്ങൾ രാവിലെ ചെയ്യാന്നതിന് പകരം രാവിലെ 7 മണിക്ക്, അതാണ് മൂന്നാമത്തെ സീക്രട്ട്. ഇനി നമുക്ക് 4ാമത്തെ സീക്രട്ട് നോക്കാം. 4ാമത്തെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഡിസൈൻ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലക്ഷ്യം, അല്ലെ നിങ്ങളുടെ മുന്നോട്ട് പോകാനുള്ള, നിങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടുന്ന രീതിയിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളായിട്ടുള്ള ഫോണ് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ നടക്കാൻ പോകണം, അപ്പോൾ അതിനുള്ള ഷൂസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യം റെഡിയാക്കി വയ്ക്കാം. കമ്പ്യൂട്ടറിൽ നാളെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ട്, അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. രാവിലെ എടുക്കുക, പെട്ടെന്ന് എടുക്കുക, അത് ഓണാക്കാൻ രൂപത്തിലൊക്കെ ശരിയാക്കി വയ്ക്കാം. റെക്കോർഡിംഗ് ഉണ്ട്, ക്യാമറ കാര്യങ്ങളൊക്കെ ആദ്യം ചാർജ് ചെയ്തൊക്കെ റെഡിയാക്കി നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കണം, അതിന് വേണ്ട സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാം റെഡിയാക്കി അവിടെ വയ്ക്കുക. അതിന് വേണ്ട എഴുതാനാണെങ്കിൽ ബുക്ക് പേപ്പറൊക്കെ റെഡിയാക്കി വയ്ക്കുക. അതായത് നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുയോജ്യമായ രീതിയിൽ എൻവയോൺമെൻറ്റ് നിങ്ങൾ റെഡിയാക്കുക എന്നുള്ളതാണ് 4ാമത്തെ മെത്തേഡ്. ഇനി 5ാമത്തത് ഡോൺ ബ്രേക്ക് ദ ചെയിൻ എന്നാണ് 5ാമത്തെ ആ സീക്രറ്റിൻ്റെ പേര്. ഡോൺ ബ്രേക്ക് ദ ചെയിൻ എന്ന് വെച്ചാൽ നിങ്ങൾ കലണ്ടറിൽ ടിക്ക് ഇടുക. നിങ്ങൾ ഈ ആഗ്രഹിച്ച കാര്യം ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞില്ലേ 30 സെക്കൻഡ് ചെയ്താലും 60 സെക്കൻഡ് എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ടിക്ക് ഇടുക കലണ്ടറിൽ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ടിക്ക് ഇട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലാം ടിക്ക് ഇട്ട് കാണുമ്പോൾ ഇത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ്. ഈ ഒരു ടിക്കറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത്രയും ദിവസം എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരികയാണ് അതിൽ നോക്കുമ്പോൾ. ഇത് നിങ്ങളെ വല്ലാണ്ട് ബൂസ്റ്റ് ചെയ്യും. നിങ്ങളുടെ മുന്നോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ടിക്കറ്റ് പോലും. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. എന്താ വെച്ചാൽ ബ്രെയിനിന് ഭയങ്കര ഇഷ്ടമാണ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും, അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് ബ്രെയിനിന് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ടിക്ക് ഇടുമ്പോൾ ഇങ്ങനെ ഒരു വിഷ്വൽ പ്രൂഫാണ് നമ്മളതിന് കൊടുക്കുന്നത്. ആ വിഷ്വൽ പ്രൂഫ് നമ്മളെ ഹെൽപ്പ് ചെയ്യും മുന്നോട്ട്. ഇനി അടുത്ത സീക്രട്ടാണ് ഹാബിറ്റ് സ്റ്റോക്കിംഗ്. ഹാബിറ്റ് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ നിലവിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയായിട്ട് നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ കണക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഡെയിലി രാവിലെ 7 മണിക്ക് ചായ കുടിക്കുന്ന ആളാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ പറയാം 7 മണിയുടെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ 5 മിനിറ്റ് ഞാൻ ഗോൾ എഴുതും എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതായത് ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങൾ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ലക്ഷ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് രാവിലെ ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഒരു 15 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യും.
അത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് കണക്ട് ചെയ്യുന്നു. രാവിലെ കുളി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു പ്രയർ ചെയ്യും, ഇത്ര പ്രാവശ്യം പ്രയർ ചെയ്യും. ഉച്ചയ്ക്ക് രാത്രി ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ എൻ്റെ ഗോള് 5 പ്രാവശ്യം എഴുതും. അങ്ങനെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ഗോള് നിങ്ങൾ കണക്ട് ചെയ്യാം. അതാണ് ഹാബിറ്റ് സ്റ്റോക്കിംഗ്. അതും നിങ്ങളുടെ ഇത് ഗോള് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് മാറുകയാണ്. ഇനി 7ാമത്തെ സീക്രട്ട്, ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ്. നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിലുള്ള ഐഡന്റിറ്റി ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യില്ല എന്നൊരു ഐഡന്റിറ്റി ആണെങ്കിൽ ആ ഐഡന്റിറ്റി മാറ്റണം. അതിന് പകരം പുതിയ ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യാം. ഞാൻ ദിവസവും ആക്ഷൻ എടുക്കുന്ന വ്യക്തിയാണ് എന്നുള്ള ഐഡന്റിറ്റിയിലേക്ക് മാറുക. ആ ഐഡന്റിറ്റി നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. ആ ഐഡന്റിറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കണം. അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലൊരു ചേഞ്ച് വരും, ഒരു റീഫ്രെയിമിങ് നടക്കും നിങ്ങളുടെ അകത്ത്. നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഒന്നും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന വ്യക്തി അല്ല എന്നത് മാറി ഞാൻ ദിവസവും ആക്ഷൻ എടുക്കുന്ന വ്യക്തിയാണ് എന്നുള്ള ആ ഒരു ഐഡന്റിറ്റിയിലേക്ക് നിങ്ങൾ മാറണം. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ മാറ്റം ഉണ്ടാവുക. അപ്പോൾ ഐഡന്റിറ്റി ചേഞ്ച് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്ന വ്യക്തിയാണ് എന്ന ഐഡന്റിറ്റിയിലേക്ക് വേണ്ടി ആ ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനുള്ളതിന് ഒരു കാരണമായി തീരും. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ചെയ്യേണ്ടി വരും. കാരണം എല്ലാവർക്കും ആ ഒരു പ്രശ്നമുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഐഡന്റിറ്റി ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു അഫർമേഷൻ എപ്പോഴും ഞാൻ ദിവസവും ആക്ഷൻ എടുക്കുന്ന വ്യക്തിയാണ് എന്നുള്ള ഐഡന്റിറ്റിയിലേക്ക് മാറണം. ഇനി സയൻസ് എന്താ പറയണമെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ ബ്രെയിൻ ചെറിയ ചെറിയ വിജയങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിന് നമ്മൾ എപ്പോഴും വിജയിക്കുന്നത് ഇഷ്ടമാണ്, ചെറിയ ചെറിയ വിജയങ്ങൾ ഇഷ്ടപ്പെടുക. അപ്പോൾ നിങ്ങളൊരു ചെറിയ ജോലി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരികയാണ്, എന്നെ കൊണ്ട് അത് സാധിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് അടുത്ത ജോലി ചെയ്യാൻ ഭയങ്കര ഈസിയാവും. ഇതാണ് അതിൻ്റെ പിന്നിലെ സയൻസ്. അപ്പോൾ വലിയ ഗോള് അല്ല ഇവിടുത്തെ വിഷയം, ചെറിയ ആക്ഷനാണ് വലിയ മാറ്റത്തിൻ്റെ തുടക്കം. നിങ്ങൾക്കൊരു വലിയ ഗോൾ ഉണ്ട് എന്നുള്ളതല്ല അവിടെ പ്രധാനം. നിങ്ങൾ ചെറിയ ആക്ഷൻ എടുക്കും, അതാണ് നിങ്ങളുടെ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ ആക്ഷനിൽ നിന്ന് തുടങ്ങി വലിയ മാറ്റത്തിന് തുടക്കം ചെറിയ ആക്ഷൻ എന്നാണ്. നമ്മൾ കേട്ടില്ലേ, എത്ര വലിയ യാത്രയും ഒരു സ്റ്റെപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയില്ലേ, അതേപോലെ ചെറിയ ആക്ഷൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇനി MM30 എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ പലർക്കും ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങളുണ്ട്, അറിവുമുണ്ട്, ദിവസവും ചെയ്യാൻ പക്ഷെ ഒരു സിസ്റ്റം ഇല്ല. അതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അവർ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കും. പലരും ചെയ്യുന്ന അവർ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? മറവി വരും, ഡിലേ വരും, എക്സ്ക്യൂസസ് സംഭവിക്കും. പല എക്സ്ക്യൂസ്, എല്ലാത്തിനും ഒരു എക്സ്ക്യൂസ് നമ്മൾ തന്നെ കണ്ടെത്തും. ഇത് നിങ്ങൾ MM30 വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ദിവസേന ചെറിയ ആക്ഷൻ എടുക്കാനുള്ള പരിശീലനം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഗോള് ദിവസം ഓർക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. വീക്ക്ലി റിവ്യൂ, നിങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്ര നീങ്ങി, ഇനി എന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ലയോ എന്നുള്ള റിവ്യൂ ഉണ്ട്. അക്കൗണ്ടബിലിറ്റി ഉണ്ട്, നിങ്ങൾ എത്ര ചെയ്തു, എങ്ങനെ ചെയ്തു, പറ്റിയോ ഇല്ലയോ, അക്കൗണ്ടബിലിറ്റി ഉണ്ട് അവിടെ. കോച്ചിങ് ഉണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടുന്ന എല്ലാ ഗൈഡൻസും അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഒരേ ലക്ഷ്യത്തിൽ പോകുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്തുണയുണ്ട് അവിടെ. മറ്റുള്ളവരുടെ സക്സസ് നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും അവിടെ. അവർ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരേ രീതിയിലാവുമ്പോൾ നമുക്ക് അവരുടെ കൂടെ എല്ലാം ചെയ്തു പോകും നമ്മളോട്ട്. അപ്പോൾ ചെറിയ ആക്ഷനുകൾ സ്ഥിരമായിട്ട് ശീലമാക്കാനുള്ള പ്രായോഗിക പരിശീലനമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവുക, നമ്മളെ ആക്ഷൻ നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു വിത്ത് നട്ടു, ആ ദിവസം തന്നെ വലിയൊരു മരമാണെന്ന് പറഞ്ഞാൽ നടക്കൂ. അപ്പോൾ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ദിവസവും വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന അത് വളരും, അതൊരു വലിയ മരമായി തീരും ചെയ്യരുത്. അതുപോലെയാണ് ലക്ഷ്യങ്ങൾ നമ്മൾ ദിവസവും ചെയ്യുന്ന ചെറിയ ആക്ഷനുകളാണ് വലിയ വലിയ വിജയങ്ങളായിട്ട് മാറും. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി 5 മിനിറ്റുള്ള ഒരു ആക്ഷൻ ഇന്ന് തന്നെ എടുക്കുക. അഥവാ 5 മിനിറ്റ് മതി. മോട്ടിവേഷൻ നിങ്ങളെ തുടങ്ങാൻ ചിലപ്പോൾ സഹായിക്കും, പക്ഷെ ചെറിയ സ്ഥിരമായിട്ടുള്ള ആക്ഷനാണ് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത്. അപ്പോൾ വിജയം നേടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഭയങ്കര മോട്ടിവേഷനുള്ള ആൾക്കാരൊന്നുമല്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും വിജയങ്ങൾ സക്സസ്ഫുൾ ആയ ആൾക്കാർക്ക് ഭയങ്കര മോട്ടിവേഷനുള്ള, ഒരിക്കലുമല്ല. പക്ഷെ അവർക്കുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള ചെറിയ ആക്ഷൻ എടുക്കാൻ പഠിച്ചവരാണ് അവർ. ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ആക്ഷൻ എടുക്കാൻ പഠിച്ചവരാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക. MM30 ഒരു ഗോൾ സെറ്റിംഗ് ക്ലാസ്സേ അല്ല, അവിടെ മൈൻഡ് പവർ ഉപയോഗിച്ച് എങ്ങനെ ഗോൾ സെറ്റിംഗ് ഒരു 10x സ്പീഡിൽ നിങ്ങൾക്ക് എത്താമെന്ന് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. ഗോൾ സെറ്റിംഗ് തിയറീസിൻ്റെ കൂടെ തന്നെ ഈ ഒരു മൈൻഡ് പവറും കൂടിയാകുമ്പോൾ നിങ്ങൾക്കൊരു 10x സ്പീഡിൽ 10 ഇരട്ടി വേഗത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്താൻ പറ്റും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെ അത് ഇത്രയും ഒരു സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിൽ കയറിയ മാതിരി നിങ്ങൾ എങ്ങനെ സ്പീഡ് കൂടുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ ഇതാണ് ഈ ക്ലാസ്. ഇപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചയും കമ്മ്യൂണിറ്റി ക്ലാസ് ഉണ്ട്, ഒരു അവയർനെസ് ക്ലാസ് ആണ്. അത് എപ്പോഴും ഈ ഫോക്കസ്, ഗോള്, മൈൻഡ് പവർ, മൈൻഡ് സെറ്റ് എല്ലാമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ്സാണ്. എങ്ങനെ അതൊക്കെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം, ആഗ്രഹങ്ങളെ ലക്ഷ്യങ്ങളാക്കി മാറ്റുക, എങ്ങനെ കൺസിസ്റ്റൻ്റ് ആക്ഷൻ എടുക്കുക, ആ കൺസിസ്റ്റൻ്റ് എടുക്കുന്ന ആക്ഷൻ എങ്ങനെ സ്പീഡ് കൂട്ടുക മൈൻഡ് പവർ ഉപയോഗിച്ച് എന്ന ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഒരു 30 ഡേയ്സ് കോഴ്സോ ഒരു 90 ഡേയ്സ് കഴിഞ്ഞ് നിർത്താൻ. അങ്ങനെയല്ല. കാരണം നിങ്ങൾക്കിത് ലൈഫിൽ ത്രൂ ഔട്ട് ലക്ഷ്യങ്ങൾ വേണ്ടതാണ്. അപ്പോൾ ഒരു ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ അടുത്ത ലക്ഷ്യം നേടും. അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു ലൈഫ് ടൈം ജേണിയാണ്. നിങ്ങളിപ്പോൾ ഒരു ജിമ്മിൽ പോവുകയാണ്, കുറച്ച് ദിവസം പോയിട്ട് നിർത്തി എന്ത് സംഭവിക്കും? പഴയ പോലെ തന്നെയോ. അപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആക്ഷനാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത്. നിങ്ങൾ എപ്പോഴും ഓർക്കുക. അപ്പോൾ MM13 നിങ്ങളെ ആക്ഷൻ എടുക്കാൻ, അതായത് ഗോള്, ബിലീഫ്, ഐഡൻറ്റിറ്റി, ഫോക്കസ്, ആക്ഷൻ, റിവ്യൂ, ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് പരിശീലിപ്പിക്കുന്ന ഒരു മൈൻഡ് പവർ ജിം എന്നാണ് ഞങ്ങൾ MM13 വിളിക്കുന്നത്. ആ മൈൻഡ് പവർ ജിമ്മിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങൾക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും നേടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ഷനാണ്. അത് വലിയ ആക്ഷൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ചെറിയ ചെറിയ ആക്ഷൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ആ ചെറിയ ആക്ഷൻസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരും, എന്നെ കൊണ്ട് സാധിക്കും, ഞാനത് ചെയ്യും. അതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾ ഇൻസ്പയർ ചെയ്യും. അത് വെച്ച് നിങ്ങൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും. വളരെ സാധനം. ഒരിക്കലും കൺസിസ്റ്റൻസി നിർത്തരുത്. ആ കൺസിസ്റ്റൻസിയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് നീങ്ങുക. നിങ്ങൾ ആ ലക്ഷ്യങ്ങൾ നേടിയിരിക്കും. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒക്കെ ലക്ഷ്യങ്ങളാക്കി മാറ്റാനും ആ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.